ഓണത്തിരക്ക് കഴിഞ്ഞ് പച്ചക്കറി കടയിൽ പോയപ്പോൾ ഒരു 3 ഉരിഞ്ഞു വീണ പച്ചക്കായ പച്ചക്കറിയുടെ കൂടെ ആ കടക്കാരൻ ഫ്രീ ആയിട്ട് തന്നു. അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ തോന്നിയത്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഈ ഏത്തക്കായുടെ 2 അറ്റവും കുറച്ച് മുറിച്ച് കളഞ്ഞതിന് ശേഷം 4 സൈഡും വരഞ്ഞ് ഇതുപോലെ തൊലി മാറ്റിയെടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ നിന്നും ഈ ഏത്തക്കായ എടുത്തതിന് ശേഷം 4 കീറി ഇതുപോലെ നേർമയായി അരിഞ്ഞെടുക്കുക. ഞാനിവിടെ പിച്ചാത്തി കൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത്, മെഷീൻ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ 3 പഴവും വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കി 4 ആയിട്ട് കീറി ഇങ്ങനെ നേർമയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിൽ നിന്നും കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുക. ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, എന്നാലേ എല്ലാ വശവും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം എണ്ണയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും 1 സ്പൂൺ ഉപ്പുവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക, എന്നാലേ ചിപ്സിന് ഉപ്പ് രസം വരികയുള്ളൂ. ഇതിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കഷ്ണം എടുത്ത് ഞാൻ കഴിച്ച് നോക്കി, അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുവെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്പസമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ചിപ്സ് എല്ലാം മൊരിഞ്ഞു കിട്ടുന്നതാണ്. നമ്മൾ വട്ടത്തിൽ അരിയുന്നതിന് പകരം ഇങ്ങനെ പഴം 4 കീറി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേ ചിപ്സിൻ്റെ, നമ്മൾ സാധാരണ കഴിക്കുന്ന അതേ ചിപ്സിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിനും ഉണ്ടായിരിക്കുക. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ തോന്നും. കുട്ടികൾക്ക് കഴിക്കാനൊരു ചെറിയ രൂപത്തിലുള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് തോന്നും. ആ 3 പഴവും വറുത്തെടുത്തതിന് ശേഷം ഇത്രയും ചിപ്സ് ഉണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴം ചിപ്സ് റെഡി ആയിട്ടുണ്ട്.